AM to PM, Farming Business Fun Talks. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മുടെ ചാനലിലെ ഒരു വെറൈറ്റി സംഭവമാണ് കാണിക്കാൻ പോകുന്നത്. അതായത് പത്തനംതിട്ട ജില്ലയില് അടൂർ ചേന്നമ്പള്ളിയില് വൈസ്മൻ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു ക്ലബിന്റെ ഭാഗമായിട്ട് ഞങ്ങള് മൂന്നാർ ഒരു ട്രിപ്പ് പോയി. ഞങ്ങള് 29 മെമ്പേഴ്സാണ് ട്രിപ്പിനായിട്ട് പോയത്. എല്ലാവരും വിത്ത് ഫാമിലി ആയിരുന്നു. ക്ലബിന്റെ ഭാഗമായിട്ടാണ്, ഞങ്ങളുടെ ഒരു ഫാമിലി പോലെ തന്നെയാണ് ക്ലബിലെ എല്ലാ അംഗങ്ങളും. കുറച്ചു പേർക്ക് വരാൻ പറ്റിയില്ല, പക്ഷെ അത് ഞങ്ങളിനി അടുത്ത ട്രിപ്പിന് എല്ലാവരും കൂടെ ചേർന്ന് പോകാൻ ശ്രമിക്കുന്നതായിരിക്കും. പക്ഷെ എന്തായാലും ട്രിപ്പ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. വൈബായിരുന്നു എല്ലാവർക്കും. അതായത് പ്രായഭേദമന്യേ എല്ലാവർക്കും എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. ബൊട്ടാണിക്കൽ ഗാർഡൻ മൂന്നാർ, അവിടെ പോയി. ജീവിതത്തിൽ ഇതുവരെ കാണാത്ത പൂക്കളൊക്കെ ഞങ്ങൾ കണ്ടു. അതുപോലെ മനോഹരങ്ങളായ ഒരുപാട് വെറൈറ്റി പൂക്കളുടെ ശേഖരം, പിള്ളേർക്ക് എന്റർടൈൻമെന്റ് ചെയ്യാൻ ചിൽഡ്രൻ പാർക്കുകൾ, അങ്ങനെ കുറെ തേയിലത്തോട്ടങ്ങൾ. അതാണ് ഞങ്ങളെ ഹഠാത് ആകർഷിച്ചത്. എത്ര മനോഹരമാണെന്നറിയാം, അവിടെ ചെന്ന് നിന്നാലേ നമുക്കതറിയത്തുള്ളൂ. ഈ വീഡിയോ നമ്മൾ കാണുന്നതിനേക്കാളും എത്രയോ മടങ്ങ് മനോഹരമാണെന്നറിയോ ഈ മൂന്നാറിലെ ദൃശ്യങ്ങൾ. ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാൻ വിദേശത്തൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്, ഇംഗ്ലണ്ടിലും അറബ് കൺട്രീസിലും ഒക്കെ. എന്തിനാണ് നമ്മൾ ഈ നാട് കാണാൻ മറ്റുള്ള സ്ഥലത്ത് പോകുന്നത്? നമ്മുടെ ഈ നാട്ടില് ഇത്രയും വലിയ സംഭവം, അതും കണ്ണിന് കുളിർമ നൽകുന്ന ഇത്രയും നല്ല സംഭവം കിടക്കുമ്പോൾ നമ്മൾ വേറെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോകേണ്ട കാര്യമില്ലെന്നേ, കാഴ്ചകൾ കാണാൻ വേണ്ടി. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും 2 ദിവസമേ കിട്ടിയിട്ടുള്ളായിരുന്നു. എന്തായാലും ഞങ്ങൾ അടിച്ചു പൊളിച്ചു. കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഒരു ട്രിപ്പ് പോകണമെന്ന് തോന്നിയാൽ, മൂന്നാർ പോകാത്തവർ കേട്ടോ, പോയവർക്ക് വീണ്ടും പോകാൻ തോന്നും, അത് വേറെ സത്യം. മൂന്നാർ ഒന്ന് വരണം, എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഫാമിലിയോ അല്ലെങ്കിൽ കൂട്ടുകാരും ഒക്കെ ആയിട്ട് കൂടിയിട്ട് വരണം. നല്ലൊരു അനുഭവമായിരിക്കും. അപ്പം ഞങ്ങള് അങ്ങനെ ആദ്യത്തെ ദിവസം എനിക്ക് വണ്ടിക്കകത്തിരുന്ന് ഈ വീഡിയോസ് എടുക്കാൻ പറ്റിയുള്ളൂ, കാരണം ടൈം ലിമിറ്റിലാണല്ലോ പോകുന്നത്. അപ്പോൾ വണ്ടിയുടെ സൈഡ് മിററിലൂടെയാണ് ഞാൻ ഈ വിഷ്വലൊക്കെ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാവരും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാ ഭാഗവും കവർ ചെയ്യേണ്ടത് കൊണ്ട് എല്ലാവരും ഇച്ചിരി റഷ് ആയിരുന്നു. എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു നമ്മുടെ ഈ വീഡിയോ. പിന്നെ നമ്മുടെ തേരാളികൾ വിഷ്ണു, ശ്രീജിത്ത് എന്ന് പറഞ്ഞ 2 കൂട്ടുകാരായിരുന്നു. അവർക്ക് നല്ല കോഓപ്പറേഷൻ ആയിരുന്നു നമ്മളോട്. അവരുടെ ബസ് നല്ല സൗകര്യമുള്ള ബസ്സാണ്, നല്ല ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നല്ല കംഫർട്ടായിരുന്നു. അപ്പം അവരുടെ നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും ഇതുപോലെ ചെറിയ ട്രിപ്പൊക്കെ പോകാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ വന്ന് കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ നമ്പർ 9744034338 എന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ തരാം, ഈ നമ്മുടെ ബസ്സിനെ കോൺടാക്ട് ചെയ്യാനുള്ളത്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാ ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡുകളൊക്കെ ആയിരുന്നു. പിന്നെ ആർക്കും ഒരു മടുപ്പ് തോന്നിയില്ല എന്നുള്ളതാണ്. എല്ലാവരും എല്ലാം കൊണ്ടും നല്ല അടിച്ചുപൊളിയായിരുന്നു. പിന്നെ ലേഡീസൊക്കെ നല്ല ഡാൻസൊക്കെ കളിച്ച് വണ്ടിക്കകത്ത്, ലേഡീസും ജെൻസും എല്ലാവരും കൂടെ ചേർന്ന്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഈ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോഴേ ഈ സൈഡുകളിൽ കുറേ മരങ്ങളും ബസ്സുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വിഷ്വലൊക്കെ അത്ര കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്നോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണമെന്നോ ഒന്നും ഞങ്ങൾ വിചാരിച്ചതല്ല. പെട്ടെന്ന്, അതായത് ഞങ്ങൾ വണ്ടി 5 മണിക്കാണ് ഇവിടെ പുറപ്പെട്ടത്. അന്നേരം വീഡിയോ ഒന്നും എടുക്കാൻ ഞങ്ങൾക്ക് പ്ലാനേ ഇല്ലായിരുന്നു. അതുകൊണ്ട് തുടക്കം ഞങ്ങളുടെ 1-2 ഫോട്ടോ വെച്ച് ഞങ്ങൾ മാനേജ് ചെയ്തു. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴും എല്ലാവരുടെയും പെർമിഷൻ ഒക്കെ മേടിച്ച് യൂട്യൂബ് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇട്ടോളൂ, നമ്മൾ എന്റർടൈൻമെന്റ് ചെയ്യുന്നത് എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പെർമിഷനൊക്കെ മേടിച്ചു. അങ്ങനെ കുറച്ച് ഭാഗങ്ങളാക്കി എടുത്ത് എഡിറ്റ് ചെയ്താണ് നമ്മൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്.
അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ ഞങ്ങൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നപ്പോൾ ഒട്ടും നഷ്ടമായില്ല ഈ വരവ് എന്ന് തോന്നി. അതുപോലെ എന്ത് വെറൈറ്റി പൂക്കളാണെന്നറിയാം, പൂക്കളുകൾ. അതുപോലെ ഞങ്ങൾ 1-2 ചെക്ക് ഡാമുകൾ സന്ദർശിച്ചു. പിന്നെ ഈ ഞങ്ങൾ പോയപ്പോൾ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര വണ്ടി ട്രാഫിക് ഭയങ്കര പ്രശ്നമായിരുന്നു കുറച്ച് സമയത്തേക്ക്. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്ലാൻ ഞങ്ങൾക്ക് വെട്ടിച്ചുരുക്കേണ്ടി വന്നു. എന്നാലും ഞങ്ങൾ മാക്സിമം എല്ലായിടത്തും എത്തിച്ചേരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. എല്ലാവരും അടിച്ചു പൊളിച്ചു. നിങ്ങളെല്ലാവരും കൂട്ടുകാരെല്ലാം ഈ വീഡിയോ കാണുക മാത്രമല്ല കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്ന് ഇത്രയും മതി. നമുക്ക് ഇത്രയും കണ്ടിട്ട് ഇതിൻ്റെ പാർട്ട് 2 ഉടൻ തന്നെ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ട്. ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയതും പിന്നെ ഞങ്ങളുടെ കൂട്ടത്തോടുള്ള ഡാൻസുകൾ, ഓരോരോ ഏരിയകളിൽ ഞങ്ങൾ ഇറങ്ങി അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നതൊക്കെ അടുത്ത ഭാഗത്ത് വിശദമായിട്ട് കാണിക്കാം. ഓക്കെ.